NSS നേതൃത്വം പറഞ്ഞാൽ നായർ സമുദായങ്ങൾ കേൾക്കില്ല എന്ന LDF കൺവീനർ A. വിജയരാഘവന്റെ അഭിപ്രായത്തിനോടുള്ള മറുപടി അടുത്ത തെരഞ്ഞെടുപ്പിൽ ലഭിക്കുമെന്ന് NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ. സുകുമാരൻ നായർ ചൊറിഞ്ഞ് വീണ്ടും പണി വാങ്ങിക്കൂട്ടുകയാണ് പാർട്ടിയും നേതാക്കളും. നായർ സർവീസ് സൊസൈറ്റി പറഞ്ഞാൽ ആർക്കും കേൾക്കാനാകില്ല എന്നാണ് കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ അഭിപ്രായം. അതുടൻ തിരുത്തപ്പെടും എന്ന് NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ പറയുന്നു. ഇങ്ങനെ പറഞ്ഞവർക്ക് NSSനെ കുറിച്ച് ഒന്നുകിൽ അറിയില്ല, അല്ലെങ്കിൽ രാഷ്ട്രീയ ലാഭം വച്ചുകൊണ്ട് പറഞ്ഞതാണ്. സംസ്കാരമുള്ള മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ ഇവിടെയുണ്ടോ? അവരുടെ ഭാഷ തന്നെ അതിനുദാഹരണമാണെന്നും സുകുമാരൻ നായർ പറഞ്ഞു. NSS ചങ്ങനാശ്ശേരി താലൂക്ക് യൂണിയന്റെ നേതൃത്വത്തിൽ നടന്ന പ്രതിഭാസംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. NSSനെ നവോത്ഥാനം പഠിപ്പിക്കാനാണ് ഇക്കൂട്ടർ ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത്. ഈ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ ജനിക്കുന്നതിന് മുമ്പ് സമുദായാചാര്യൻ മന്നത്ത് പത്മനാഭൻ അടിത്തറയിട്ട പ്രസ്ഥാനമാണിത്. ശബരിമല യുവതീ പ്രവേശനവും നവോത്ഥാനവുമായി യാതൊരു ബന്ധവുമില്ല എന്നും അദ്ദേഹം ആവർത്തിച്ചു. നട്ടലുള്ള പ്രസ്ഥാനമായതിനാലാണ് ശബരിമല പ്രശ്നത്തിൽ ആചാര സംരക്ഷണത്തിനായി വിശ്വാസികൾക്കൊപ്പം നിലകൊള്ളാൻ NSS തീരുമാനിച്ചത്. സാമൂഹിക നീതിക്ക് വേണ്ടിയാണ് സാമ്പത്തിക സംവരണം. അതിനായി NSS ആരുടെ മുന്നിലും കൈനീട്ടുകയോ കാൽ പിടിക്കുകയോ ചെയ്തിട്ടില്ല. അർഹതയില്ലാത്ത ഒന്നും NSS സ്വീകരിച്ചിട്ടില്ല, സ്വീകരിക്കുകയുമില്ല. കേരളത്തിൽ എന്തെങ്കിലും നവോത്ഥാനം നടന്നിട്ടുണ്ടെങ്കിൽ അതിൽ മന്നത്ത് പത്മനാഭനും NSSും നേതൃത്വം വഹിച്ചിട്ടുമുണ്ട്. NSSനെ നവോത്ഥാനം പഠിപ്പിക്കാനാണ് ഇക്കൂട്ടർ ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത്. അവർ ജനിക്കുന്നതിന് മുൻപ് സമുദായ ആചാര്യൻ മന്നത്ത് പത്മനാഭൻ അടിത്തറയിട്ട് വളർത്തിയ പ്രസ്ഥാനമാണ് NSS. ശബരിമല യുവതീ പ്രവേശന വിധി ഇടത് സർക്കാർ ചോദിച്ചു വാങ്ങിയതാണ്. ഇത് ഹൈന്ദവരുടെ ഈശ്വരവിശ്വാസം ഇല്ലാതാക്കാനും ക്ഷേത്രങ്ങൾ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണെന്നും സുകുമാരൻ നായർ പറഞ്ഞു. ശബരിമല വിഷയത്തിലും സാമ്പത്തിക സംവരണ വിഷയത്തിലും NSSന് ഒരു നിലപാടേയുള്ളൂ. SNDPയോട് ബഹുമാനമാണ്. സംഘടന ഏതെന്നുള്ളതല്ല, അത് നടത്തുന്നവരുടെ നയമാണ് പ്രശ്നങ്ങൾ കാരണമെന്നും അദ്ദേഹം പറഞ്ഞു. ശബരിമല പുനഃപരിശോധനാ ഹർജി സുപ്രീം കോടതി പരിഗണിക്കുന്ന ബുധനാഴ്ച സമീപത്തെ ക്ഷേത്രങ്ങളിൽ പ്രത്യേക പൂജകളും വഴിപാടുകളും വിശ്വാസികൾ നടത്തണമെന്നും G. സുകുമാരൻ നായർ അഭ്യർത്ഥിച്ചു. ശബരിമല യുവതീ പ്രവേശന വിധി ഇടത് സർക്കാർ ചോദിച്ചു വാങ്ങിയതാണ്. ഹൈന്ദവരുടെ ഈശ്വരവിശ്വാസം ഇല്ലാതാക്കി ക്ഷേത്രങ്ങൾ നശിപ്പിക്കാൻ വേണ്ടിയാണിത്. വിധി പകർപ്പ് ലഭിക്കുന്നതിന് മുമ്പ് വിധി നടപ്പിലാക്കും എന്ന് പറഞ്ഞത് ഇതിന്റെ തെളിവാണ്. ശബരിമല, സാമ്പത്തിക സംവരണം എന്നീ വിഷയങ്ങളിൽ NSSന് ഒരു നിലപാടേയുള്ളൂ. സമാധാനപരമായ മാർഗത്തിലൂടെയാണ് നായർ സർവീസ് സൊസൈറ്റി ഈ വിഷയങ്ങളെ സമീപിക്കുന്നത്. SNDP ഉൾപ്പെടെയുള്ള എല്ലാ സംഘടനകളോടും NSSന് ബഹുമാനമാണ്. എന്നാൽ നയിക്കുന്നവരുടെ നയമാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്നും അദ്ദേഹം പറഞ്ഞു. ശബരിമല പുനഃപരിശോധനാ ഹർജി പരിഗണിക്കുന്ന 6-ന് വിശ്വാസികൾ സമീപത്തെ ക്ഷേത്രത്തിലെത്തി യഥാശക്തി വഴിപാടുകൾ നടത്തി പ്രാർത്ഥനാ നിരതരായിരിക്കണം എന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.